Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിലനിൽക്കുന്നത് സിൻസിയർ ആയിട്ടുള്ള ഒരു ലവ് പ്രകടിപ്പിച്ചുകൊണ്ടല്ല, ജസ്റ്റ് പ്രിറ്റൻഡ് ചെയ്യാൻ മാത്രമാണ് ചെയ്യുന്നത്. അവരുടെ ആക്ഷൻസിൽ നിന്നും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവർ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ലവ് പ്രകടിപ്പിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ മനസ്സിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക? തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല പല കാര്യങ്ങളിലൂടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും 3 കാര്യങ്ങൾ ഇങ്ങനെ ലവ് പ്രിറ്റൻഡ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർ മോസ്റ്റ്ലി കാണിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്, അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ലവ് പ്രിറ്റൻഡ് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അവരുടെ മിസ്റ്റേക്കുകൾ അഡ്മിറ്റ് ചെയ്യില്ല. ചെറിയ മിസ്റ്റേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ മിസ്റ്റേക്ക് ആയിക്കോട്ടെ, രണ്ടാണെങ്കിലും അവർ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു സോറി പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിന് പകരം എപ്പോഴും അവർ ചെയ്യുന്ന ഒരു കാര്യം ബ്ലെയിം ഷിഫ്റ്റ് ആണ്. അതായത് ആ ഒരു കുറ്റം, മിസ്റ്റേക്ക് അവരുടെ ഭാഗത്താണ്, അത് വളരെ ക്ലിയർ ആണ്, പക്ഷെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കില്ല. അത് അവൻ കാരണമാണ്, അല്ലെങ്കിൽ ആ സാഹചര്യത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, മറ്റുള്ള വ്യക്തികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ ആ ഒരു കാര്യത്തിൽ നിന്നും അവരെപ്പോഴും എസ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും അവരെന്താണോ ചെയ്തത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ റീസൺ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി, ഇങ്ങനെയുള്ള രീതിയിലുള്ള ഒരു അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ഒരിക്കലും അവർ പ്രകടമാക്കില്ല. ഒരു പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വളരെയധികം സിൻസിയർ ആയിട്ട് വളരെ ജെന്യൂൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ആ മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തും. കാരണം അവർക്ക് ആ റിലേഷൻഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. എന്നാൽ പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു കാര്യമല്ല. അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാലും അവരത് അഡ്മിറ്റ് ചെയ്യാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇതാണ്. നിങ്ങൾ എന്ത് വിചാരിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ തോന്നിയാലും നിങ്ങൾ അതെങ്ങനെ എടുത്താലും അവർക്കൊരു വിഷയമുള്ള ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യില്ല. ലവ് പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരാൾ ചെയ്യില്ല. രണ്ടാമത്തെ ഒരു കാര്യമാണ്, കൂടുതൽ കാര്യങ്ങൾക്കും ഇവർക്ക് എപ്പോഴും ഒരു ഐ ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. ലൈക്ക് എന്തായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തായാലും എനിക്കൊരു വിഷയമല്ല എന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കും. എസ്പെഷ്യലി നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ഇമോഷൻസിനെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് നിങ്ങൾക്ക് എന്ത് തോന്നി, നിങ്ങളുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നും ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ എഫക്റ്റ് ആയി, നിങ്ങൾക്ക് സാഡ് ആയോ, അല്ലെങ്കിൽ നിങ്ങളെ അത് മെന്റലി ഡൗൺ ആക്കിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അവർ ബോധേഡ് ആയിരിക്കും. പക്ഷേ ലവ് പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമായിരിക്കില്ല. അവർ അതിലൊന്നും വലിയ കാര്യമായിട്ട് എടുക്കുകയും ഇല്ല. ഇൻ കേസ് നിങ്ങളത് ഒരു ബുദ്ധിമുട്ടുണ്ടായി, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്ക് അത് പ്രശ്നമായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും അവരതിനെ സീരിയസ് ആയിട്ട് എടുക്കില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ കെയർ എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്നും വരില്ല. ഇൻസെക്യൂർഡ് ആയി പോകുന്ന ഒരു കാര്യമായിരിക്കും അവരുടെ പ്രവൃത്തികൾ കൂടുതലായിട്ടും. മാത്രമല്ല, ഏതെങ്കിലും രീതിയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെ സംഭവിച്ചത്. അതായത് അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രവൃത്തി അല്ലെങ്കിൽ അവരൊരു കാര്യം പറഞ്ഞു, അവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി. റിയൽ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് മാക്സിമം അത് ക്ലിയർ ആക്കാനുള്ള ഒരു ശ്രമം നടത്തും. എന്നാൽ പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്, ലവ് ആണ് എന്നുള്ളത് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനുള്ളൊരു എഫേർട്ടും എടുക്കില്ല. എന്ത് വേണമെങ്കിലും വിചാരിച്ചോ, അല്ലെങ്കിൽ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന ആറ്റിറ്റ്യൂഡിലായിരിക്കും മുന്നോട്ട് പോവുക. സോ മോസ്റ്റ്ലി ഇങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈൻ. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് അവരൊരിക്കലും ഒരു പരിഗണന, ഒരു നിങ്ങളെ കൂടി പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അവർക്ക് എന്താണോ ആക്ച്വലി വേണ്ടത്, അവർക്ക് എന്താണോ ഇഷ്ടം, ഇങ്ങനെ വളരെ സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള ഒരു പെരുമാറ്റമായിരിക്കും, ആക്ഷൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകളിൽ നിന്നും കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനോ, അതായത് അവരൊരു പ്രവൃത്തി ചെയ്യുന്നു, അതൊരു പക്ഷേ നിങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ, അല്ലെങ്കിൽ
അതിനൊരു പോസിറ്റീവായിട്ടുള്ള വേയിൽ അത് ഡീൽ ചെയ്യാനോ അവർ ശ്രമം നടത്തില്ല. പകരം അവർക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അവർക്ക് എന്താണോ ഇഷ്ടം, ഇങ്ങനെ വളരെ സെൽഫ് സെൻട്രിക് ആയിട്ട് അല്ലെങ്കിൽ സെൽഫിഷ് ആയിട്ട് എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ളൊരു പെരുമാറ്റമായിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ലവ് പ്രിറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്തുനിന്നും വരുന്ന ഒരു കാര്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ അറിവിൽ ഇതിൽ കൂടുതൽ സയൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.